Hi friends, welcome back to my channel, Your Online Teacher. So, നമ്മൾ അക്കൗണ്ടൻസിയിൽ പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ലെവലിലുള്ള 5 പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് മൺഡേ അക്കൗണ്ടൻസി എക്സാം ഉള്ളതാണ്, ഒട്ടും സമയമില്ല അല്ലേ. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ഒരുപാട് വീഡിയോസ് പുറകെ വരുന്നുണ്ട്, എപ്പോഴും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് കൊടുക്കാം. സോ അക്കൗണ്ടൻസിയുടെ ഇനിയും ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്, അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിയാദ് ജോഷി ആൻഡ് സുനിൽ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 5:4:1. Sunil died on 30th September 2024. His share of profit was to be calculated on the basis of last year's profit 1,20,000. Calculate Sunil's share of profit, past necessary journal entry for the same. അതായത് 3 പാർട്ട്നേഴ്സ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3 പാർട്ട്നേഴ്സ്, അതിൽ ഒരാൾ മരണപ്പെട്ടു, സുനിൽ എന്ന ആൾ മരണപ്പെട്ടു. ഓക്കെ, സുനിലാണ് മരണപ്പെട്ടത്. ഓക്കെ, ലാസ്റ്റത്തെ ആള് മരണപ്പെട്ടു. ആൻഡ് അയാൾക്ക് മരണപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ അയാളുടെ എക്സിക്യൂട്ടീവ്സിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതുവരെയുള്ള പ്രോഫിറ്റ് കൊടുത്തു വിടാറുണ്ട് അല്ലേ. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ മൊത്തം പ്രോഫിറ്റ് 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ സുനിലിന് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സുനിൽ കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ സുനിലിന്റെ പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സുനിലിന്റെ ഷെയർ എത്രയാണ്? 1 ഷെയർ ആണ്. 5 4 9 9 1 10. സോ സുനിൽസ് ഷെയർ ഓഫ് സുനിലിന്റെ പ്രോഫിറ്റിന്റെ, അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1/10 അല്ലെ, 1/10 ആണ് അല്ലെ, 1/10 ആണ്. മൊത്തം ഫേമിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000 ആണ്. സോ 1,20,000 ഓക്കെ, 1,20,000ന്റെ 1/10 ഷെയർ ആണ് കിട്ടുന്നത്. ആ 1/10 ഷെയർ മുഴുവനും കിട്ടില്ല, കാരണം ഇയാൾ മരണപ്പെടുന്നത് 30th സെപ്റ്റംബറിനാണ്, ബുക്ക് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബറിനാണ്. അതിന്റെ അർത്ഥം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1-നാണെന്നാണ്. സോ ജനുവരി 1 മുതൽ ഇയാൾ മരണപ്പെടുന്നത് സെപ്റ്റംബർ 30 വരെ അല്ലേ, അത്രയും മാസത്തെ പ്രോഫിറ്റാ കിട്ടാം. സോ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, 9 months, 9 മാസത്തെ പ്രോഫിറ്റ്സ് ആണ് അയാൾക്ക് കിട്ടുക. അതുകൊണ്ട് ഇൻറ്റു 9/12 കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 9,000 കിട്ടും. ഈ 9,000 ആണ് സുനിലിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പാസ് നെസസറി ജേർണൽ എൻട്രി. ഈ 9,000 അയാൾക്ക് കൊടുക്കുന്നതിന്റെ ജേർണൽ എൻട്രി ആണ് നമ്മൾ എഴുതേണ്ടത്. സുനിലിന് കിട്ടുകയാണല്ലേ, അപ്പൊ സുനിലിന് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, അപ്പൊ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കിട്ടിയാൽ പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 9,000, സുനിലിന്റെ അക്കൗണ്ടിലേക്ക് 9,000 കിട്ടി. ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസിനെയാണ് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സുനിൽസ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് 9,000 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിന്റെ ജേർണൽ എൻട്രി കിട്ടുക. ക്ലിയർ ആണല്ലോ, സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആനന്ദ് ഹാസ് എ ക്യാപിറ്റൽ ബാലൻസ് 30,000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. വർഷത്തിന്റെ ആദ്യത്തിലാണ്, അത് ശ്രദ്ധിക്കണം, ആദ്യത്തിൽ 30,000 ഉണ്ട്. ഓക്കെ, ദെൻ ഹി വിഡ്രൂ 10,000 ഫ്രം ഹിസ് ക്യാപിറ്റൽ. വർഷത്തിന് പകുതിക്ക് വെച്ച് അയാൾ 10,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആനന്ദിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണണം. അതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്, സബു എല്ലാ വിഡ്രൂ 10,000 ഒരു വർഷത്തില് 10,000 രൂപ ഒരു തവണ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണണം. സോ ആദ്യം ആനന്ദിന്റെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുമ്പോൾ 30,000 എന്ന് പറയുന്നത് അയാൾ ആ വർഷത്തിന് ആദ്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ 30,000ന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദ ഫുൾ ഇയറിലേക്ക് നമ്മൾ കാണുമ്പോൾ 30,000 ഇൻറ്റു എത്രയാണ് അയാൾക്ക് കിട്ടുന്നത്, 10% ആണ്. 10/100. 30,000 ഇൻറ്റു 10/100 എന്ന് പറയുമ്പോൾ 3,000 ആണ് ഫുൾ ഇയറിലേക്ക് വരുന്നത്. ഈ 3,000 കംപ്ലീറ്റ് ആയിട്ട് ആൾക്ക് കിട്ടില്ല. കാരണം എന്താണ്, അയാൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 10,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആ 10,000ന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ ലെസ് എന്ത് ചെയ്യണം, നമ്മളിവിടെ എന്താണ്, ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ 10,000 റുപ്പീസിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ കുറയ്ക്കണം. കാരണം ആ 10,000 അയാൾ വിഡ്രോ ചെയ്തുകൊണ്ട് പോയതാണ്. സോ 10,000 എന്നാ വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ.
എന്നാ വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 6/12 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അല്ല വിഡ്രോ ചെയ്തതെന്ന് ഡേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാമായിരുന്നു. ഒരു ഡേറ്റും പറഞ്ഞിട്ടില്ലെങ്കിൽ 6/12 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ 10,000 അയാൾക്ക് 10% ഇൻട്രസ്റ്റ് ആയിരുന്നു കിട്ടാനുണ്ടായിരുന്നത്. 10,000 × 10/100. സോ അത് 6/12 വെച്ചിട്ട് നമ്മൾ 6 മാസം എന്നുള്ള ഒരു കണക്കിലേക്ക് എടുക്കും. അപ്പൊ 6/12 വെച്ച് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 500 രൂപ എന്ന് കിട്ടും. അതായത് ഈ 10,000 അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് 500 ആയിരുന്നു. പക്ഷെ എന്താണ്, ആ 500 അയാള് ആ 10,000 രൂപ അയാൾ ഇടയ്ക്ക് വെച്ച് വിഡ്രോ ചെയ്തുകൊണ്ട് ആ 500 അയാളിൽ നിന്ന് കുറച്ചിട്ട്, ഇത് 3,000-ൽ നിന്ന് 500 കുറച്ചിട്ട് ബാക്കി 2,500 എന്ന് പറയുന്നതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേയബിൾ ടു ആനന്ദ്. ആനന്ദിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ഇനി അത് വേറെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10,000 രൂപ ബിഗിനിങ് ആണോ എൻഡ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. ഒരു 10,000 രൂപ വിഡ്രോ ചെയ്തെന്നേ പറയുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% ആണെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആവറേജ് പീരീഡ് 6 എന്നുള്ള രീതിക്ക് എടുക്കണം. അപ്പൊ എന്താണ്, ഇവിടെ 10,000 ആണ് അയാൾ വിഡ്രോ ചെയ്തിരിക്കുന്നത്. സോ 10,000 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10% ആണ്, ഇൻറ്റു 10/100. 6 months എന്നുള്ള രീതിക്ക് 6/12 കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു ഡേറ്റും പറഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ, അവിടെ ജസ്റ്റ് ആൾ വിഡ്രോ ചെയ്തത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ 500 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ജേർണൽ എൻട്രീസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇതിന്റെ ജേർണൽ എൻട്രീസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, അഡ്മിഷൻ ആണ്. അഡ്മിഷന്റെ സമയത്ത് നോക്കാം, ഫസ്റ്റ് എന്താണ്, അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കൂടി എന്നാണ് അർത്ഥം. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ നമുക്ക് ലാഭമാണ്. ലാഭം എപ്പോൾ വന്നാലും എന്ത് ചെയ്തോളണം, ലാഭം എപ്പോൾ വന്നാലും നമ്മൾ റീവാലുവേഷന് ക്രെഡിറ്റ് ചെയ്യണം. സോ ടു റീവാലുവേഷൻ അക്കൗണ്ട് 20,000 രൂപ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്, ഇൻവെസ്റ്റ്മെന്റിനെ. സോ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ 20,000, അതാണ് ഇതിന്റെ എൻട്രി വരാം. Then stock is found overvalued by 5,000. സ്റ്റോക്ക് 5,000 രൂപ അധികം നിൽക്കാണ്, കുറയ്ക്കണം. സോ സ്റ്റോക്ക് 5,000 കുറയ്ക്കണം എന്ന് വെച്ചാൽ നഷ്ടമാണ്. നഷ്ടം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റീവാലുവേഷനെ ഡെബിറ്റാ ചെയ്യേണ്ടത്. ലാഭം വരുമ്പോൾ ക്രെഡിറ്റും നഷ്ടം വരുമ്പോൾ ഡെബിറ്റും. സോ റീവാലുവേഷൻ അക്കൗണ്ട് എത്ര, 5,000 എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്, സ്റ്റോക്കിന്. അതുകൊണ്ട് ടു സ്റ്റോക്ക് അക്കൗണ്ട് 5,000. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു സ്റ്റോക്ക് ആണ്, ആ ജേർണൽ എൻട്രി വരാം. ദെൻ അടുത്തത്, ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡ് 650 നോട്ട് ലൈക്ലി ടു ബി ക്ലെയിംഡ്. നമ്മൾ കടം മേടിച്ചു, അത് തിരിച്ചു കൊടുക്കാനുള്ള ആളില് 650 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അതിന് അയാൾ ചോദിച്ചുകൊണ്ട് വരാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നത്. സോ അതൊരു ടൈപ്പ് ഓഫ് ലാഭമാണ് അല്ലെ. അപ്പൊ ലാഭം വരുമ്പോൾ എന്ത് ചെയ്യണം, റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ടു റീവാലുവേഷൻ അക്കൗണ്ട് 650. ദെൻ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ക്രെഡിറ്ററിനെയാണ്. സോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ 650 എന്നുള്ളതാണ് അതിന്റെ ജേർണൽ എൻട്രി വരാം. ക്ലിയർ ആണല്ലോ. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, എ ഫേം ഹാസ് എൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 2 lakh rupees. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 15% ആണ്. ആ വർഷത്തിൽ ഫേമിന് പ്രോഫിറ്റ് 48,000 കിട്ടിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഓൺ ദ ബേസിസ് ഓഫ് 3 years ഓഫ് പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ 3 year പർച്ചേസിന്റെ അടിസ്ഥാനത്തിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ നോർമൽ പ്രോഫിറ്റ് കാണും, ആവറേജ് പ്രോഫിറ്റ് കാണും. നമുക്കിവിടെ ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 48,000 ആണ്. സോ 48,000. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോർമൽ പ്രോഫിറ്റ് കാണണം. നോർമൽ പ്രോഫിറ്റ് കാണുന്നതിന് ഇക്വേഷൻ ഉണ്ട്. നോർമൽ പ്രോഫിറ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 ആണ്. സോ ഇവിടെ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്, 2 lakh. 2 lakh ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിരിക്കുന്നത് 15 ആണ്. സോ 15 ഡിവൈഡഡ് ബൈ 100. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോർമൽ പ്രോഫിറ്റ് 30,000 കിട്ടും. സോ ആവറേജ് പ്രോഫിറ്റ് 48,000 കിട്ടി, നോർമൽ പ്രോഫിറ്റ് നമുക്ക് 38,000 കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കാണണം. സൂപ്പർ പ്രോഫിറ്റ് കാണുന്നത് എങ്ങനെയാണ്, സൂപ്പർ പ്രോഫിറ്റ് കാണാൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. സോ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് എത്രയാ, 48,000. നോർമൽ പ്രോഫിറ്റ് എത്രയാ, 30,000. സോ സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്, 18,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്. നമ്മളോട് സൂപ്പർ പ്രോഫിറ്റ് അല്ല കാണാൻ പറഞ്ഞിരിക്കുന്നത്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഗുഡ് വിൽ കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എഴുതാം. ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്.
നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. സോ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് എത്രയാണ്? 18,000. നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 3 ആണ്, ഇൻറ്റു 3. സോ 18,000 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 54,000 ആണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. Then last question. Abhi, Shafi and Roy are partners sharing profits in the ratio of 3:2:1. 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ ഷാഫി ഈ നടുക്കുള്ള ആള് ഷാഫിയാണ് മരണപ്പെട്ടത്. ദെൻ ജൂൺ 30 മരണപ്പെട്ടിരിക്കുന്നത്. ഫേമിന്റെ മൊത്തം ഗുഡ് വില് 1,20,000 ആണ്. സോ ഗുഡ് വില്ലിന്റെ ജേർണൽ എൻട്രി എഴുതാനും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും ചോദ്യ പേപ്പറിൽ ഉണ്ടാകും. ഇവിടെ നമ്മളോട് ഗുഡ് വില്ല് വാല്യൂ റേസ് ചെയ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു പാർട്ട്ണർ മരിച്ചു അല്ലെങ്കിൽ റിട്ടയർഡ് ആയി, ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ്, റിട്ടയർമെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ ഇവിടെ മരണപ്പെട്ടത് ഷാഫിയാണ് അല്ലെ. അപ്പൊ ഷാഫിക്ക് അത്രയും നാളത്തെ ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കുമല്ലോ. അപ്പൊ ഷാഫിക്ക് കൊടുക്കാനുള്ള ഗുഡ് വില്ല് ഷാഫിക്ക് കൊടുക്കുക. പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കിട്ടുമ്പോൾ പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റ് അല്ലേ ചെയ്യാം. അതുകൊണ്ട് ടു ഷാഫീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഷാഫിനെ ക്രെഡിറ്റ് ചെയ്യും. ആര് ചേർന്നാ കൊടുക്കുക? അബിയും റോയും കൂടി ചേർന്നിട്ടാണ് കൊടുക്കുക. അപ്പൊ അവരിൽ നിന്ന് അത്രയും കുറയും. അപ്പൊ അവരുടെ ക്യാപിറ്റലിന് ഡെബിറ്റ് ചെയ്യണം. സോ അബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, റോയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷാഫീസ് ക്യാപിറ്റൽ എന്നാണ് ജേർണൽ എൻട്രി വരെ. ഇനി ഇതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. എമൗണ്ട് കണ്ടുപിടിക്കണേക്കാൾ മുമ്പ് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഗെയിനിങ് റേഷ്യോ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് ഒരേ ഒരു റേഷ്യോ തന്നിട്ടുള്ളൂ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ 3:2:1 എന്ന് പറയുന്ന അവരുടെ ഓൾഡ് റേഷ്യോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഷാഫി മരണപ്പെട്ടു പോയി, അപ്പൊ 2 ഷെയർ പോയി. അപ്പൊ ന്യൂ റേഷ്യോ 3:1 ആയിരിക്കും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ആ ന്യൂ റേഷ്യോ ആയിട്ടുള്ള 3:1 തന്നെ ആയിരിക്കും ഗെയിനിങ് റേഷ്യോ ആയിട്ടും വരാം. അപ്പോൾ ആ ഷാഫിക്ക് കൊടുക്കാനുള്ള ഗുഡ് വില് 3:1 ഷെയറിലാണ് ഇവർ കൊടുത്തു വിടേണ്ടത്. ഇനി ഷാഫിക്ക് എത്ര ഗുഡ് വില് കിട്ടും എന്നുള്ളത് നോക്കാം. ഫാമിന്റെ ഷാഫീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ, ഷാഫീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ, ഷാഫിക്ക് എത്ര ഗുഡ് വില് കിട്ടും എന്നുള്ളത് നോക്കാം. ടോട്ടൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. അതിൽ ഷാഫിയുടെ ഷെയർ എന്ന് പറയുന്നത് 2 എത്രയാണ്? ഇൻറ്റു 2/6 ആണ്. ഷാഫിയുടെ ഷെയർ എന്ന് പറയുന്നത് 2/6 ആണ്. സോ 1,20,000 ഇൻറ്റു 2/6 എന്ന് പറയുമ്പോൾ 40,000 അല്ലേ വരുന്നത്. ഈ 40,000 വേണം അബിയും റോയും 3:1 റേഷ്യോയിൽ കൊടുക്കാൻ. 3:1 റേഷ്യോ എന്ന് വെച്ചാൽ ഇൻറ്റു 3/4 ഇൻറ്റു 1/4. സോ 40,000 ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ 30,000 കിട്ടും. 40,000 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ 10,000 കിട്ടും. സോ അങ്ങനെ ടോട്ടൽ ഷാഫിക്ക് 40,000 കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യുന്നത്. സോ വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കണു. ഇനി നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ ഏത് ടൈപ്പ് വീഡിയോസ് വേണ്ടിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.